ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ മൊഡ്യൂളിലെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. സർഫസ് ടെൻഷൻ എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് ബബിൾ ഫോംഡ് ഇൻസൈഡ് എ ലിക്വിഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു വാട്ട്? എക്സസ് പ്രഷർ ഇസ് ഈക്വൽ ടു 2T/R എന്ന് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ക്ലാസ്സിൽ. അതൊന്നും കൂടി ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കിയെന്ന് ഉറപ്പ് വരുത്താം. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സസ് ഓഫ് പ്രഷർ ഓഫ് എ ബബിൾ ഫോംഡ് ബൈ എ ലിക്വിഡ് ഇൻ എയർ. ഫോർ എക്സാമ്പിൾ ഒരു ലിക്വിഡ് എയറിൽ ഫോം ചെയ്യുന്ന ഒരു ബബിളിൻ്റെ എക്സസ് ഓഫ് പ്രഷറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു സോപ്പ് ബബിൾ എന്ന് വെച്ചാൽ അത് ഒരു ലിക്വിഡ്, സോപ്പ് എന്നുള്ള ആ ലിക്വിഡിൻ്റെ അത് ഫോം ചെയ്യുന്ന ഒരു ബബിളാണ് ഇൻ എയറിലാണ്. അപ്പം നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സർഫസ്, വി ഹാവ് 2 സർഫസസ് അല്ലെ, എയറുമായിട്ട് കോണ്ടാക്റ്റിൽ. വൺ ഇസ് ഇൻസൈഡിൽ നമുക്കറിയാം എയർ ആണ് ഉണ്ടാകുക. സോ വി ഹാവ് 2 സർഫസസ് ഇൻ കോണ്ടാക്ട് വിത്ത് എയർ. വൺ ഇസ് ഹിയർ, ഇൻസൈഡ് എയർ ഉണ്ട്, ഔട്ട് സൈഡും എയർ ആണുള്ളത്. അപ്പം വി ഹാവ് ടു കൺസിഡർ 2 സർഫസസ് ഇൻ ദിസ് കേസ്. സോ ഫോഴ്സ് ഡ്യൂ ടു എക്സസ് പ്രഷർ ഫോഴ്സ് ഡ്യൂ ടു എക്സസ് ഓഫ് പ്രഷർ. എക്സസ് പ്രഷർ എന്താണെന്ന് നോക്കുക, നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അല്ലേ. പ്രഷർ ഡിഫറൻസ് നമുക്കറിയാം, കോൺവെക്സ് ആയാലും കോൺകേവ് സർഫസ് ആയാലും ആ ഉള്ളിലും ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ദർ ഇസ് എ ഡിഫറൻസ് ഇൻ പ്രഷർ. ആൻഡ് ദിസ് എക്സസ് ഓഫ് പ്രഷർ, ദ ഡിഫറൻസ് ഓഫ് പ്രഷർ ബിറ്റ്വീൻ ഡിഫറൻസ് ഇൻ പ്രഷർ ഈസ് നോൺ ആസ് വാട്ട്? എക്സസ് ഓഫ് പ്രഷർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. സോ എക്സസ് പ്രഷർ എക്സസ് പ്രഷർ ഇസ് πr² into P. πr² into P. നമ്മൾ ഇത് കണക്കാക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഹെമിസ്ഫിയർ ആണ് കൺസിഡർ ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫിഗർ വരച്ചത് ഓർമ്മയുണ്ടാവും. അപ്പോൾ നമ്മളൊരു ഹെമിസ്ഫിയർ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഇത് വരച്ച് കഴിഞ്ഞ് നമുക്കറിയാം വി ഹാവ് ടു കൺസിഡർ വൺ കൈൻഡ് ഓഫ് ഫോഴ്സ്, πr² P ഡ്യൂ ടു വാട്ട്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് നമ്മുടെ സർഫസ് ടെൻഷൻ, എക്സസ് ഓഫ് പ്രഷർ കാരണമുള്ള ഒരു ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡായിട്ട് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യണം? നമ്മൾ സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് കൺസിഡർ ചെയ്യണം അല്ലേ. സർഫസ് ടെൻഷൻ നമ്മൾ പറഞ്ഞിരുന്നു, സർഫസ് ടെൻഷൻ ടാൻജൻഷ്യൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2πr ആണല്ലേ, ലെങ്ത് പെരിമീറ്റർ എന്ന് വരും. ഈ ഒരു സർഫസ് വി ഹാവ് ടു കൺസിഡർ 2 സർഫസസ് അല്ലേ. വൺ ഇസ് inside the bubble and one outside the bubble. So നമ്മൾ 2 types of surfaces നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അതിൻ്റെ സർഫസ് ടെൻഷൻ എന്തുകൊണ്ടുണ്ടാകും? 2πRT ആണ് സർഫസ് ടെൻഷൻ. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം നമ്മളെ കയ്യിൽ നമ്മുടെ ഒരു ബബിളിൻ്റെ കേസിൽ 2 സർഫസസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്കറിയാം ഒരു ബബിൾ എപ്പോഴും ഇക്വിലിബ്രിയത്തിലായിരിക്കും ഉണ്ടാവുക അല്ലെ. അത് കോൺട്രാക്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്നോ ഇല്ല. സോ അത് ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് തന്നെ എക്സസ് പ്രഷർ കൊണ്ടുള്ള ഫോഴ്സും സർഫസ് ടെൻഷൻ കൊണ്ടുള്ള 2 സർഫസസ് കൊണ്ടുള്ള സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സും ഇക്വിലിബ്രിയാണ്. സോ വി ക്യാൻ ഇക്വേറ്റ് ദോസ് ഫോഴ്സസ് അല്ലേ. πr² P is equal to 2 into 2πr into T. സോ നമുക്ക് എന്ത് കിട്ടി? എക്സസ് ഓഫ് പ്രഷർ P. ഇതാണ് എക്സസ് ഓഫ് പ്രഷർ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ഓർത്തുള്ള ഇൻസൈഡ് പ്രഷർ മൈനസ് ഔട്ട്സൈഡ് പ്രഷർ. നമുക്കറിയാം ഇൻസൈഡ് പ്രഷർ ഇസ് ഗ്രേറ്റർ ദാൻ ഔട്ട്സൈഡ് പ്രഷർ. ദിസ് പ്രഷർ ഡിഫറൻസസ് വി കോൾ ഇറ്റ് എസ് എക്സസ് ഓഫ് പ്രഷർ. സോ എക്സസ് പ്രഷർ നമുക്ക് എന്ത് കിട്ടും? പൈയും ക്യാൻസൽ ചെയ്തു, ഒരു ആറും ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 4T/R. സോ എക്സസ് ഓഫ് പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? റേഡിയസ് ഓഫ് ദി ബബിൾ. സോ ഇതാണ് നമ്മുടെ റിസൾട്ട്. നേരത്തെ കേസിൽ ഒരു ലിക്വിഡിനുള്ളിൽ ഫോം ചെയ്ത ബബിളിൻ്റെ പ്രത്യേകത അതിൻ്റെ 2T/R ആണ്. അത് ഇറ്റ് ഈസ് എക്സസ് ഓഫ് പ്രഷർ ഇൻ ദാറ്റ് കേസ് ഇസ് 2T/R. ഹിയർ ഒരു ലിക്വിഡ് ഇൻ എയർ ഫോം ചെയ്ത ഒരു ബബിളിൻ്റെ കേസിൽ ഇറ്റ് ഈസ് 4T/R. സോ നമുക്ക് ഇതിൻ്റെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷറാണ് ബബിൾ നോക്കാം. ഫോർ ദാറ്റ് നമുക്ക് ഒരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബബിളിനെ കൺസിഡർ ചെയ്യാം. സോ ഒരു സെയിം കേസാണ്. ഇതേ കേസിൽ ഒരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ബബിളാണെന്ന് കൺസിഡർ ചെയ്യാം. അതായത് ഈ സോപ്പ് ബബിൾ ആയിക്കോട്ടെ, സിമ്പിളായിട്ട് ഈ സോപ്പ് ബബിളിൻ്റെ മേലെ കുറച്ച് ചാർജ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെടുക്കാം?
ബിക്കോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷറിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് വെച്ചാൽ മെക്കാനിക്കൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷറിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊന്നും കൂടി മറിച്ച് നോക്കുക. സിഗ്മ സ്ക്വയർ ബൈ 2 എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0. നമ്മളവിടെ എന്താണ് ഡിറൈവ് ചെയ്തൊരു എക്സ്പ്രഷനാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ 2 epsilon r into epsilon 0, where and the sigma is the surface charge density, epsilon 0 എന്ന് വെച്ചാൽ permittivity of free space and epsilon r is the relative permittivity of the given medium. നമുക്കറിയാം ഈ ബബിൾ എയറിലാണെങ്കിൽ എന്താണ് എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു 1. എയറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 1 ആണ്. സോ നമ്മൾ ഈ ബബിൾ എവിടെയാണ് നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇത് ഒരു ചാർജ്ഡ് ബബിളാണെന്നാണ് നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നത്. സോ എന്താണ് ഈ കേസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? നമ്മുടെ ചാർജ് ഇത് കണ്ടക്റ്റിംഗ് സർഫസ് എന്തൊക്കെയാവും? പ്ലെയിൻ ആവാം, അല്ലെങ്കിൽ ഹോളോ ആവാം, അല്ലെങ്കിൽ സോളിഡ് സ്ഫിയർ ആവാം. ഇവിടെ എന്താ നമ്മളെ ചെറിയ പോർഷനിലുള്ള ചാർജസ് തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അല്ലേ? ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. ചെറിയ ഏത് സ്മോൾ പോർഷനിലായാലും ചാർജ്ഡ് സ്ഫിയർ ആണ്, അതിൻ്റെ സർഫസിലായാലും അത് റിപ്പൽ ചെയ്യും. ഈ ചാർജസ് തമ്മിൽ റിപ്പൽ ചെയ്യും. സോ ഇതെന്താണ്? ഇത് പുറത്തേക്ക് ഒരു ഔട്ട്വേർഡ് ഫോഴ്സ് അറ്റ് എനി പോർഷൻ ഓഫ് ദി കണ്ടക്റ്റിംഗ് സർഫസിൽ ഒരു ഔട്ട്വേർഡ് ഫോഴ്സ് ഉണ്ടാക്കും അല്ലേ? ഇതാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഒരു ചാർജ്ഡ് സ്ഫിയറോ ചാർജ്ഡ് കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ കേസിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു ക്വാണ്ടിറ്റിയാണ്. അതായത് ചാർജസ് തമ്മിലുള്ള സർഫസ് ചാർജസ് തമ്മിലുള്ള റിപ്പൽഷൻ മൂലം ഒരു ഔട്ട്വേർഡ് എന്തുണ്ടാകും? ഔട്ട്വേർഡ് ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഔട്ട്വേർഡ് ഫോഴ്സ് ബൈ ഏരിയ ആണ് എന്ത്? ഫോഴ്സ് ബൈ ഏരിയയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചാർജ് റിപ്പൽഷൻ മൂലം ഇവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ടാവും. പ്രഷറിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ? ഇവിടുത്തെ ഫോഴ്സ് ഏത് ടൈപ്പ് ഓഫ് ഫോഴ്സാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബൈ ഏരിയയെ നമ്മൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ എന്നാണ് വിളിക്കുന്നത്. അതിനുള്ള എക്സ്പ്രഷനാണിത്. സോ ഇത് എന്തിന് അറ്റ് ഈക്വലിബ്രിയം ഇതെന്തായിരിക്കും? ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മുടെ എക്സസ് പ്രഷറിന് ഈക്വൽ ആയിരിക്കും. എക്സസ് ഓഫ് പ്രഷറിന് ഈക്വൽ ആയിരിക്കും അല്ലേ? എക്സസ് ഓഫ് പ്രഷറിന് ഈക്വൽ ആയിരിക്കും അറ്റ് ഈക്വലിബ്രിയത്തിൽ. സോ എക്സസ് പ്രഷർ ബബിളിൻ്റെ കേസിൽ വി ഹാവ് 40/r ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ വിച്ച് ഈസ് 2 epsilon sigma square by 2 epsilon r into epsilon 0. സോ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം വാട്ട് ഈസ് സിഗ്മ. സിഗ്മ വി നോ ദാറ്റ് സർഫസ് എനർജി ഇസ് q/4πr². ഓർമ്മയുണ്ടോ? ഒരു r റേഡിയസ് ഉള്ള ഒരു കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെങ്കിൽ അതിൻ്റെ സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ചാർജ് ബൈ ഏരിയ ആണ്. ഇറ്റ് ഈസ് q/4πr². സോ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സിഗ്മ വിൽ ബി സിഗ്മേൻ്റെ സ്ഥാനത്ത് ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ q/4πr² ഹോൾ സ്ക്വയർ ഇൻറ്റു 1/2 epsilon r epsilon 0 എന്നും ആകും നമ്മുടെ ഇക്വേഷൻ. സോ നമുക്ക് രണ്ട് സൈഡിലുള്ള ആറിനെ എടുത്തു കഴിഞ്ഞാൽ വാട്ട് വി വിൽ ഗെറ്റ് r³ is equal to what? q square by 128 pi square epsilon r epsilon 0 എന്ന് കിട്ടും നമുക്ക്. സോ നമ്മുടെ റേഡിയസ് ക്യൂബ്. സോ ഇതിൻ്റെ എന്താണ് ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ r വിൽ ബി പ്രൊപ്പോർഷണൽ ടു ക്യൂവിൻ്റെ സ്ഥാനത്ത് ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ് അല്ലേ? ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ 2/3 ആവും, ഇവിടെ 3/3 1 ആവും. സോ r പ്രൊപ്പോർഷണൽ ടു q റേസ് ടു 2/3 എന്നാകും നമ്മുടെ റിസൾട്ട്. സോ നമുക്ക് എന്ത് പറയാം? ആസ് q ഇൻക്രീസസ് r ഇൻക്രീസസ്. ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ മൂലം എന്ത് ചെയ്യും? ഈ ഒരു ബബിൾ എക്സ്പാൻഡ് ചെയ്യും. സോ ദിസ് ഈസ് ദി എഫക്റ്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഓൺ എ ബബിൾ. സോ ഇതിന് എന്ത് വേണം? ചാർജ്ഡ് സ്ഫിയർ ആയിരിക്കണം. ചാർജ്ഡ് ബബിൾ ആണെങ്കിൽ ഒരു ചാർജ്ഡ് സ്ഫിയറിൻ്റെ കേസിൽ ചാർജ്ഡ് കണ്ടക്റ്റിംഗ് സർഫസിൻ്റെ കേസിലുള്ള എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷറിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത എക്സ്പ്രഷനാണ് r പ്രൊപ്പോർഷണൽ ടു q റേസ് ടു 3/2. സോ എന്താണ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ മൂലം റേഡിയസും ഇൻക്രീസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദി റിസൾട്ട്.
സോ അടുത്ത ഭാഗത്തിലേക്ക് പോവാം. നമുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താവുന്നുണ്ട്, സർഫസിൽ ചാർജ്ഡ് കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെങ്കിൽ എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് ഈ ഒരു കേസിലെ വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കണം. ആർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമുക്കറിയാം ഒരു ബബിളിന് ടു സർഫസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ വെൻ എ ബബിൾ ഓഫ് റേഡിയസ് ആർ ഇസ് ഫോംഡ് ഇസ് 8πr² അല്ലേ. നമുക്കറിയാം ഒരു ബബിളിൻ്റെ സർഫസ് ഏരിയ ഇറ്റ് ഇസ് 4πr². ഓക്കെ അല്ലേ, 4πr² ഉണ്ട്. സോ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ആറ് നമുക്കറിയാം, ആർ ഇസ് പ്രൊപ്പോർഷൻ ടു Q⁻³ ആണെന്നറിയാം. സോ എന്തുണ്ടാവും, സർഫസ് ഏരിയയിൽ ചേഞ്ചസ് ഉണ്ടാകും. ദിസ് ഈസ് ദി സർഫസ്. ഓക്കെ, ദിസ് ഈസ് ദി സർഫസ്. 1 is due to electrostatic pressure കൊണ്ട് നമ്മളെ ഒരു ബബിളിന് 2 സർഫസസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ വെൻ എ ബബിൾ ഓഫ് റേഡിയസ് ആർ ഇസ് ഫോംഡ് ഇസ് 8πr². 2 into 4πr², ഇറ്റ് ഇസ് 8πr². അപ്പം ഒരു ബബിൾ ബ്ലോ ചെയ്യുകയാണെങ്കിൽ, ഒരു ബബിൾ നമ്മൾ ബ്ലോ ചെയ്യാമെന്ന് വിചാരിക്കാം. ഒരു കേസിൽ ബബിളിൻ്റെ റേഡിയസ് ഇൻക്രീസ് ആകുന്നുണ്ട്. ഈ കേസിൽ നമുക്കറിയാം we have to consider 2 surface areas. Why? Because one is this air is here അല്ലേ. നമുക്ക് ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ഇറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഇൻസൈഡ് എയർ ആൻഡ് ഔട്ട്സൈഡ് എയർ. സോ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ എഫക്റ്റ്, അപ്പോൾ എക്സസ് ഓഫ് പ്രഷറിന് നമുക്ക് സർഫസിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ വി ഹാവ് ടു കൺസിഡർ എക്സസ് ഓഫ് പ്രഷർ ബിറ്റ്വീൻ ദീസ് 2 സർഫസസ് ആൻഡ് ദീസ് 2 സർഫസസ്. ഇത് ഇവിടെ എയർ ആണുള്ളത് ഒരു ബബിളിൻ്റെ കേസിലാണ്. സോ ഒരു ബബിൾ ബ്ലോ ചെയ്യുന്ന കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി ഹാവ് ടു കൺസിഡർ 2 സർഫസസ്. സോ വി മൾട്ടിപ്ലൈഡ് ബൈ 2, 4πr² into 2 എന്ന് നമ്മൾ കിട്ടി. നമുക്ക് സർഫസ് എനർജി വിൽ ബി എന്താ, ചേഞ്ച് ഇൻ സർഫസ് ഏരിയ ഇസ് 8πr². നമുക്ക് വർക്ക് കണ്ടുപിടിക്കണം അല്ലേ. വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, സർഫസ് എനർജി ഇറ്റ് ഇസ് വർക്ക് ഇസ് ഈക്വൽ ടു സർഫസ് എനർജി ഇൻറ്റു ചേഞ്ച് ഇൻ സർഫസ് ഏരിയ. വൈ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ്, ബിക്കോസ് എന്താണ് സർഫസ് ഏരിയ. ഓക്കെ, സർഫസ് എനർജി നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ സർഫസ് ഏരിയ ഇസ് 8πr². സർഫസ് എനർജി നിങ്ങൾക്കറിയാം നമ്മൾ എന്തായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സർഫസ് എനർജി വി ഡിഫൈൻ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്, സർഫസ് എനർജി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദി ലിക്വിഡ് സർഫസ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് ഇറ്റ്സ് ഈക്വൽ ടു ദി വർക്ക് ഡൺ ഇൻ ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ ഓഫ് ദി ലിക്വിഡ് ഫിലിം ബൈ യൂണിറ്റി. ഈ ഭാഗത്ത് എന്തെങ്കിലും ക്ലിയർ ആവാത്ത ഉണ്ടെങ്കിൽ ഡൗട്ടായിട്ട് ഗ്രൂപ്പിലായാലും പേഴ്സണലായിട്ടും ക്ലിയർ ആക്കുക കേട്ടോ, ഓരോ ഭാഗവും ക്ലിയർ ആക്കുക. സോ എന്താണ് സർഫസ് എനർജി ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് ടെൻഷൻ. അത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സർഫസ് വെൻ ദ സർഫസ് ഏരിയ ഈസ് ഇൻക്രീസ്ഡ് ബൈ യൂണിറ്റി ഇൻറ്റു ചേഞ്ച് ഇൻ സർഫസ് ഏരിയ ഇറ്റ് ഇസ് 8πr². സോ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ. ഈ പൊട്ടൻഷ്യൽ എനർജിയാണ് എന്തായിട്ട് മാറുന്നത്, വർക്ക് ഡൺ ആയിട്ട് മാറിയത്. ഒരു ബബിളിൻ്റെ ബ്ലോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി ആയിട്ട്. സോ ഇറ്റ് ഈസ് വാട്ട് 8πr² ഇൻറ്റു T ആണ് വർക്ക് ഡൺ. സർഫസ് എനർജി സർഫസ് ടെൻഷന് ന്യൂമറിക്കലി ഈക്വൽ ആണ്. സോ വർക്ക് ഡൺ ഇൻ ബ്ലോയിങ് എ ബബിൾ ഇസ് ഗിവൺ ബൈ 8πr²T. സോ താങ്ക് യു ഫോർ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രശ്നമുള്ള എന്ത് ഭാഗമായാലും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളൂ, അന്ന് എടുക്കുന്നതൊക്കെ എനിക്ക് അന്ന് രാത്രിക്കുള്ളിൽ അയച്ചു തരാം. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർ എന്ത് ചെയ്യുക, കാരണം എഴുതിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. എന്നാൽ മാത്രമേ എനിക്ക് നോട്ട്സ് അയച്ച കുട്ടികൾക്ക് മാത്രമേ ഞാൻ അറ്റൻഡൻസ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പോർഷൻസ് ഒക്കെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ നോട്ട്സ് അയച്ച് അന്ന് എടുക്കുന്നത് അന്ന് പഠിച്ചു വെക്കുക.
പിന്നീട് എഴുതാനും വായിക്കാനും ഒക്കെ ആക്കാണ്ട് ചെറിയ പോർഷൻസ് എടുക്കുന്നത് ഇപ്പം തന്നെ വായിക്കുക.